ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുമില്ല, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഇന്നലെ പോന്നിരിക്കുന്നു. ഇന്നലെ ഉമ്മാനെ വീട്ടിലാക്കി ഒരു 3:30 ആകുമ്പോൾ 3-4 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് പോന്നു. ഇവിടെ എത്തി. ഇനിയിപ്പോൾ 10 ദിവസം കഴിഞ്ഞാലാണ് ഉമ്മാനെ കൊണ്ടുപോകണ്ടുള്ളൂ. അത് അവർ കൊണ്ടുപോയിക്കോളും. പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ കൊണ്ടുപോകും. പറ്റിയെങ്കിൽ ഞാൻ പോവും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിക്കോളും. അങ്ങനെ കുഴപ്പമില്ല. ഉമ്മ ഹാപ്പിയാണ്. എല്ലാവരും ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് തമ്മിലോ, എങ്ങനെയുണ്ട് തമ്മിൽ എന്തോ ഒരാൾക്കാരാണ് ഞാൻ ചോദിക്കാൻ. പിന്നെ എൻ്റെ വയറിളക്കത്തിൻ്റെ കാര്യം, എൻ്റെ വയറിളക്കം മാറി. ഞാൻ എന്നാ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് തിന്നോ അന്ന് മുതൽ എനിക്ക് വയറിളക്കം. പക്ഷെ ആ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഫുഡ് തിന്നതിൻ്റെ ശേഷമാണ് എനിക്ക് വയറിളക്കം തുടങ്ങിയത്. വയറിളക്കൊക്കെ മാറി, ഓക്കെയാണ്. പിന്നെ ഞാൻ ഇന്നലെയാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നാണേ. ഞാൻ വീട്ടിൽ വന്ന് എനിക്കറിയാം ഞാൻ പോകുമ്പോൾ സാമ്പാർ വെച്ചിട്ടാണ് പോയിക്കുന്നത്. ചൊവ്വാഴ്ച കടയിൽ കറങ്ങുന്ന ടൈമിലാണെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ഞാൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ രാവിലെ സാമ്പാർ വെച്ച്, ഞാൻ കുറച്ച് കൂടുതൽ സാമ്പാർ തന്നെ വെച്ച്. ഞാൻ സാമ്പാർ അങ്ങനെ കൂടുതൽ വെക്കാറില്ല. സാമ്പാർ കുറച്ച് കൂടുതൽ വെച്ച്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉമ്മാൻ്റെ ഒന്ന് പോയി വരുന്ന സമയത്ത്, ഞാൻ പോണ സമയത്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ പരാതിക്കാരനുണ്ടാവുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ പിന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ട്യൂഷൻ പോയിരുന്നു. അവൻ വന്നിട്ട് ഇതിൻ്റെ ചെരുപ്പം മുറ്റത്ത് കിടന്നിട്ട് വന്നു. എന്നെ പിടിച്ച് ഭയങ്കര മോങ്ങൽ. കരയണില്ല, അവനൊരു സങ്കടം വന്നാൽ കണ്ണിയിൽ ഇങ്ങനെ വെള്ളം പറയും. അങ്ങനെ വന്നിട്ട് ഇന്നാണ് ഞാൻ ആ സാമ്പാറിൻ്റെ കലം ഞാൻ ഒഴിവാക്കിയത്. ഇന്നും കൂടി ഈ സാമ്പാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ആ സാമ്പാർ തിന്ന് നിർത്തത്. ഉമ്മാക്ക് അങ്ങനെ കറിയൊന്നും വെക്കാൻ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സനാനോട് പറഞ്ഞു സന പൊരിച്ചു തരില്ല. 10 മുട്ട കഴിഞ്ഞു. നിങ്ങൾ പോയിട്ട് എത്ര ദിവസമായി? നിങ്ങൾക്ക് വല്ല ചിന്തണ്ട? ഈ സാമ്പാറും വെച്ചിട്ടില്ല ഇങ്ങോട്ട് പോയെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ കാണാത്തതിന് വിഷമല്ലേ, ഞാനിവിടെ ഈ സാമ്പാർ വെച്ചതിനാണോ വിഷമം. അങ്ങനെ ഞാൻ മീൻ വാങ്ങിച്ചില്ല. ഞാൻ വേഗം ഷോൾ മാത്രം അയച്ചോളൂ. ഞാൻ വേഗം മീൻ നന്നാക്കി വേഗം കറി വെക്കാനൊക്കെ നോക്കിക്കാം. കാരണം എനിക്കറിയാം ഇവനിക്ക് മീനില്ലാണ്ട് ചോറിനാൻ പറ്റില്ല. പൊരിച്ച മീൻ വേണം എനിക്ക് ചോറിന്. നമുക്ക് മീൻ ഇല്ലാണ്ട് പറ്റില്ല. എന്നോട് കുറച്ച് ചോറ് എടുത്തു തരുമോ? ചോറ് വെച്ചിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞു ഉമ്മ ചോറ് വെച്ചിട്ടുണ്ട്, ഉമ്മ ഇതൊക്കെ കറി ഉണ്ടാക്കുന്നത്, മീൻ പൊരിക്കുന്നത്. ഞാൻ വേഗം മീൻ നന്നാക്കിയിട്ട് വേഗം കഴുകിയിട്ട് പൊരിക്കാൻ വെച്ചു. കുറച്ച് തരുമോ? 5-6 മീനെ കിട്ടും. ഞാൻ പറഞ്ഞു 1/2 കിലോ മത്തിയില്ല, ആകെ 6 മീനാ 7 മീനുണ്ടോ. അത് കുഴപ്പമില്ല, ഒക്കെ ഇതിൽ കൊട്ടിക്കോന്ന്. കുട്ടിക്ക് നമ്മളാണ് പോയി നോക്കുമ്പോൾ കുട്ടിക്ക് എന്തോ ഇതില്ലാത്തവരെ. ഇന്നലെ ഞാൻ കിടക്കണ്ട, രാത്രി കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇന്നൊന്ന് കെട്ടിപ്പിടിക്കോ. ഇന്നലെ ഇവിടെ ഞാൻ ഫാൻ ഇടാണ്ടാണ് കിടന്ന്. നിങ്ങൾക്ക് അറിയാം മഴ പെയ്യുമ്പോൾ ആരെങ്കിലും ഫാൻ ഇടും മുറ്റേ. ഇങ്ങക്കിപ്പോൾ എന്ത്, ഇങ്ങക്കിപ്പോൾ ഞങ്ങളൊന്നും വേണ്ടല്ലോ, നിങ്ങളൊരു യൂട്യൂബർ ആയില്ലേ. യൂട്യൂബർ ഞാൻ പറഞ്ഞോ നീ ഇങ്ങനെ പറയല്ലേ, 5 വയസ്സായിട്ടുള്ളൂ. എടാ നീ ഇങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഫോണിൽ കാണണം. അപ്പം നിങ്ങൾ വിവരം അറിയണം. നിങ്ങളല്ലേ പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന്. ഞാൻ എന്നെ വിളിച്ചില്ലേ. ഞാൻ റഷ്യാഭ്യാത്ര പോയിട്ട് നിങ്ങൾ ക്യാൻറ്റീനിൽ നിങ്ങൾ ഫുഡ് തിന്നില്ലേ, അത് ഞാൻ കണ്ടു. ഞാനപ്പോൾ ഇവിടെ സാമ്പാർ കൂട്ടി തിന്നുമ്പോൾ നിങ്ങൾ അവിടെ ക്യാൻറ്റീനിൽ നെയ്റോസ്റ്റിനാണ്. എൻ്റെ റബ്ബേ, അങ്ങനെയൊക്കെ ഉണ്ടായി വന്നിട്ട് ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. കുറേ അലക്കാണ്ടായിരുന്നു രാവിലെ എണീച്ചിട്ട് കുറേ അലക്കി. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാൽ അവനക്കെന്ന് വെച്ചാൽ സ്കൂളില്ല, മോൾക്കുണ്ട് സ്കൂൾ. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.